ഏത് തിരഞ്ഞെടുപ്പായാലും പൊതുവെ UDFിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ചരിത്രമാണ് എറണാകുളം ജില്ലയുടേതുള്ളത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFിനായിരുന്നു മുൻതൂക്കം. എന്നാൽ UDF വിമതരായി വിജയിച്ച രണ്ടുപേരെ ഒപ്പം നിർത്തി കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണം പിടിച്ചു. ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ 13 നഗരസഭകളിലും കൊച്ചി കോർപ്പറേഷനിലെ മിക്ക വാർഡുകളിലും കനത്ത മത്സരമാണ് നടക്കുന്നത്. ചില സീറ്റുകളിൽ 2020യും NDA സ്ഥാനാർത്ഥികളും ത്രികോണ മത്സരത്തിന് കളമൊരുക്കുന്നുണ്ട്. 2020 കൈവിട്ട കോർപ്പറേഷൻ ഭരണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നതാണ് UDF ലക്ഷ്യം. എന്നാൽ 10 ഡിവിഷനുകളിലെ വിമത സാന്നിധ്യം അവരെ കുഴക്കുന്നുണ്ട്. വിമതശല്യം ഇല്ലാത്തതും പൊതു സ്വീകാര്യത നേടിയ വികസന നേട്ടങ്ങളും ഭരണ തുടർച്ചയ്ക്ക് സഹായിക്കും എന്നതാണ് LDFിന്റെ വിശ്വാസം. ഒരിടത്ത് വിമത ഭീഷണി ഉണ്ടെങ്കിലും സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കാനാകും എന്നതാണ് NDAയുടെ പ്രതീക്ഷ. UDF ഭരിക്കുന്ന പറവൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, തൃക്കാക്കര, ആലുവ, കളമശ്ശേരി, മരട്, പെരുമ്പാവൂർ, കൂത്താട്ടുകുളം നഗരസഭകളിൽ അവർക്ക് തന്നെ മുൻതൂക്കമുണ്ട്. എന്നാൽ നിലവിൽ ഭരണത്തിലുള്ള പിറവം, തൃപ്പൂണിത്തുറ, ഏലൂർ, കോതമംഗലം എന്നിവയ്ക്ക് പുറമെ കൂടുതൽ നഗരസഭകൾ ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്നാണ് LDFിന്റെ അവകാശവാദം. ബ്ലോക്കിൽ ഇരു മുന്നണികളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലും UDFിന് മേൽക്കൈയുണ്ട്. നിലവിൽ ഭരിക്കുന്നതടക്കം 7 പഞ്ചായത്തുകളിലാണ് 2020 മത്സരം. ഇതിൽ കുന്നത്തുനാട് നഷ്ടപ്പെടാനും പകരം പൂത്തൃക്ക പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് കോലഞ്ചേരി ഡിവിഷൻ അവർ നിലനിർത്തിയേക്കും. അതേസമയത്ത് തലസ്ഥാനത്ത് വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നണികൾ ഒപ്പത്തിനൊപ്പം പ്രചാരണം കൊഴുകൊഴുപ്പിക്കുകയാണ്. 2020 ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേടിയ ആധിപത്യം LDF ഇക്കുറിയും പ്രതീക്ഷിക്കുകയാണ്. വിമതശല്യം പരമാവധി കുറച്ചും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തും പ്രചാരണത്തിൽ ഏറെ മുന്നേറിയ UDF അനുകൂല സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. LDF, UDF, NDA ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം പൂർത്തിയാകുമ്പോൾ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ തവണ 100 സീറ്റിൽ പകുതിയിലേറെ നേടാനായ LDFിന് ഇക്കുറി UDF കടുത്ത വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. BJPയും കൃത്യമായ ലക്ഷ്യത്തോടെ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ മികവ് പ്രചാരണത്തിന് തിരശ്ശീല വീഴുമ്പോൾ നിലനിർത്താൻ UDFിന് കഴിഞ്ഞു. 2020 രണ്ടാമത്തെ വലിയ ഒറ്റകക്ഷിയായിട്ട് BJP ഇക്കുറി ഒന്നാമതെത്താനുള്ള സർവ്വശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇടതുഭരണത്തിലുള്ള ജില്ലാ പഞ്ചായത്തിൽ UDF നില മെച്ചപ്പെടുത്താനാണ് സാധ്യത. ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങളില്ലാത്ത BJP പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര നഗരസഭകളിൽ ഭൂരിഭാഗം വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJP നേടുന്ന വോട്ടുകൾ ഇരു മുന്നണികൾക്കും നിർണായകം തന്നെ. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഇടതു മുൻതൂക്കം തകർക്കാനാണ് UDF ലക്ഷ്യം. 73 പഞ്ചായത്തുകൾ 50-ലധികം LDFിന്റെ കൈവശമാണുള്ളത്. ഇക്കുറിയും 50 കടക്കും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. നിലവിൽ 18-ൽ താഴെ പഞ്ചായത്തുകളിലെ ഭരണം അതിന്റെ ഇരട്ടിയിലേക്ക് വ്യാപിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ഉള്ളത്. 2 പഞ്ചായത്തുകളായിട്ട് ഒതുങ്ങുന്ന ഭരണം ഇത്തവണ 2 അക്കമാകുകയാണ് BJP ലക്ഷ്യം. പക്ഷേ സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും എന്നാണ് നിരീക്ഷണം. പൊതുവിൽ പറയുന്നത് UDFിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയുക എന്നാണ്.